സ്വഭാവത്തിലെ ലാളിത്യം നിങ്ങളെ ഉയർന്ന ജീവിതത്തിലേക്ക് നയിക്കും. കാലിയായ ഒരു പേഴ്സും ഒരു പോക്കറ്റും ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പണത്തിൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം അതിനെ ജാഗ്രതയോടെ ഉപയോഗിക്കാൻ ഓർമ്മിപ്പിക്കും. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാൾ അവർ ആയിരിക്കുന്ന അവസ്ഥയും സാഹചര്യവും എന്താണോ അത് മനസ്സിലാക്കി നാം അവരോട് പെരുമാറുമ്പോഴാണ് സ്നേഹത്തിന് വാല്യൂ കൂടുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യൂ തരികയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക. സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. സത്യം വേണമെങ്കിൽ സത്യം നൽകുക. നൽകുന്നതെന്തോ അത് തിരികെ വന്നു ചേരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നാം തന്നെ അനുഭവിക്കുന്നു. അതിനാൽ പ്രവൃത്തികളിൽ ജാഗ്രത പാലിക്കണം. ഈ ദിവസത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഒഴിവു കഴിവുകൾ ഇന്നിനെ എളുപ്പമാക്കിയേക്കാം, പക്ഷേ നാളുകൾ കൂടുതൽ കഠിനമായി മാറും. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതല്ല, നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നത് പിന്തുടരുക. നിങ്ങളുടെ വാക്കുകളാലാണ് സംതൃപ്തകരമായ ജീവിതം രൂപപ്പെടുന്നത്. അതിനാൽ നിങ്ങൾക്ക് വേണ്ട മികച്ച ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് നിറവേറ്റുന്നതിനായി പ്രപഞ്ചം നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം ക്രമീകരിക്കാൻ തുടങ്ങുന്നു. നാം കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബം ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ചെറിയൊരു ദൃശ്യം മാത്രമാണ്. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും ഒരു പോസിറ്റീവായ മാറ്റത്തിനുള്ള സാധ്യത മറഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്താൻ കഴിയും വിധം ആ സാഹചര്യത്തെ നോക്കിക്കാണുക. ഉള്ളിൽ നിസ്വാർത്ഥമായ സ്നേഹവും നന്ദിയും കൊണ്ട് നിറയ്ക്കുക. ജീവിതം എങ്ങനെയാണ് അതിനനുസരിച്ച് മാറ്റപ്പെടുന്നതെന്ന് അനുഭവിച്ചറിയുക. പരിമിതമായ വിശ്വാസങ്ങളാൽ പരിമിതപ്പെട്ടുപോയ പരിമിതിയില്ലാത്ത വ്യക്തികളാണ് നാം ഓരോരുത്തരുമെന്ന് ഓർക്കുക.